കമ്പനികളും ഇതിനോടകം തന്നെ നാലാം പാദ ഫലങ്ങൾ പുറത്തുവിട്ടു കഴിഞ്ഞു. അത്തരം ഓഹരികളിൽ അനലിസ്റ്റുകൾ എടുക്കുന്ന സ്റ്റാൻസ് ET സ്റ്റോക്ക് ടോക്സിൽ സ്ഥിരമായി ഉൾക്കൊള്ളിക്കാറുമുണ്ട്. ഇതിനോടകം തന്നെ വന്ന എല്ലാ പ്രധാനപ്പെട്ട കമ്പനികളുടെ നാലാം പാദ ഫലങ്ങളെക്കുറിച്ചും അത്തരം ഓഹരികളിൽ ഇനി നിക്ഷേപകർ സ്വീകരിക്കേണ്ട നിലപാടിനെക്കുറിച്ചും വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു കമ്പനിയുടെ പൊട്ടൻഷ്യൽ പരിശോധിച്ചുകൊണ്ട് അനലിസ്റ്റുകൾ പൊതുവെ സമ്മിശ്ര സമീപനമാണ് നൽകുക. അതിനാൽ ഒരേ സ്റ്റോക്കിനെ കുറിച്ച് തന്നെ ബൈ എന്നും സെൽ എന്നും റെക്കമെൻഡേഷൻ അനലിസ്റ്റുകൾ നൽകാറുണ്ട്. ഇന്ന് റെഡ്യൂസ് റെക്കമെൻഡേഷൻ ലഭിച്ച 6 ഓഹരികളെ കുറിച്ചാണ് പറയുന്നത്. ഈ റേറ്റിംഗ് എന്തുകൊണ്ട് നൽകി എന്ന അനലിസ്റ്റിന്റെ വ്യൂ മാത്രമാണ് ഇവിടെ പറയുന്നത്. FMCG ഭീമൻ നെസ്ലെ ഇന്ത്യയാണ് ഇതിൽ ആദ്യം. ഓഹരിക്ക് MK ഗ്ലോബൽ റെഡ്യൂസ് എന്ന സ്റ്റാൻസ് നൽകുന്നു. അടുത്ത 12 മാസത്തിനുള്ളിൽ ഓഹരിക്ക് നൽകുന്ന ടാർഗറ്റ് വില 2300 രൂപയാണ്. നെസ്ലെ പ്രൊഡക്റ്റുകൾക്ക് വീക്കായ ഡിമാൻഡാണ് ഇപ്പോഴുള്ളത്. ഇതൊരു താൽക്കാലിക പ്രശ്നമല്ല എന്നതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. പാലുൽപ്പന്നങ്ങൾക്ക് വില ഉയർത്തിയതോടെ അതിലും ഡിമാൻഡ് ദുർബലമായി. മാഗി, റെഡി മീൽസ് പോലുള്ള ഉൽപ്പന്നങ്ങൾക്ക് കോമ്പറ്റീഷൻ ഉയർന്നതും മറ്റൊരു വെല്ലുവിളിയായി. ബിവറേജ് സെഗ്മെന്റ് നോക്കിയാൽ ഭേദപ്പെട്ട പ്രകടനം നടത്തിയിരുന്നു. എന്നാൽ ഇവിടെ കോഫി, കൊക്കോ എന്നിവയുടെയൊക്കെ വില ഉയർന്നത് മൂലം ഇൻപുട്ട് കോസ്റ്റ് ഉയരുകയും അതുവഴി ഈ സെഗ്മെന്റിലെ ഉൽപ്പന്നങ്ങളുടെ വിലയും ഉയർത്തേണ്ട സാഹചര്യം കമ്പനിക്കുണ്ടായി. വരുമാനം 4% വർദ്ധിച്ചത്. മാർജിൻ ഫ്ലാറ്റ് ആയാണ് തുടർന്നത്. ഇതിൽ ഓപ്പറേറ്റിംഗ് മാർജിൻ സ്റ്റേബിൾ ആയും തുടർന്നു. ഇത്തവണ ടാക്സ് റേറ്റ് ഉയർന്നതുകൊണ്ട് ലാഭത്തിലും അത് പ്രതിഫലിച്ചു. ചുരുക്കത്തിൽ കമ്പനിയുടെ ബിസിനസ്സിൽ ചെറിയ വളർച്ച ഉണ്ടായത് വില ഉയർത്തിയതുകൊണ്ടാണെന്ന് കാണാം. അതിനാൽ തന്നെ ഈ ഓഹരിയിൽ എക്സ്പോഷർ കുറയ്ക്കുന്നതാണ് അനുയോജ്യമെന്ന് ബ്രോക്കറേജ് വിലയിരുത്തുന്നു. വെള്ളിയാഴ്ച ഓഹരി 2413 എന്ന നിലയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചിരുന്നത്. ICICI സെക്യൂരിറ്റീസിലെ അനലിസ്റ്റുകൾ റെഡ്യൂസ് എന്ന സ്റ്റാൻസ് നൽകിയ ഓഹരിയാണ് പെർസിസ്റ്റന്റ് സിസ്റ്റംസ്. കമ്പനിയുടെ നാലാം പാദ ഫലങ്ങൾ താരതമ്യേന ഭേദപ്പെട്ടതാണെന്ന് കാണാം. എന്നാൽ കമ്പനിയുടെ ക്ലയന്റുകൾ അല്പം കോഷ്യസ് ആയതിനാൽ ഡീൽ കൺവേർഷന് താമസമെടുക്കുമെന്നാണ് ഇപ്പോൾ മാനേജ്മെന്റ് അറിയിക്കുന്നത്. അതുകൊണ്ട് പൈപ്പ് ലൈനിലുള്ള ഡീലുകൾ ആക്ച്വൽ കോൺട്രാക്ട് ആകുന്നതിന് താമസമെടുക്കുമെന്നാണ് കമ്പനി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. 2027 മാർച്ച് ആകുമ്പോഴേക്കും $2 ബില്യൺ വാർഷിക വരുമാനം നേടുന്നതിലേക്ക് വളരാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. മറ്റ് കോമ്പറ്റേറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ വളർച്ചാ സാധ്യത തങ്ങൾക്കുണ്ട് എന്നാണ് കമ്പനി പറയുന്നത്. ബാങ്കിംഗ്, ഫിനാൻഷ്യൽ സർവീസസ്, ഇൻഷുറൻസ് മേഖലയിൽ നിന്നും ടെക്നോളജി സെക്ടറിൽ നിന്നുമാണ് കൂടുതൽ ഓർഡറുകൾ കമ്പനിക്ക് ലഭിക്കാറ്. എന്നാൽ നിലവിലെ പ്രതിസന്ധികൾ പരിഗണിക്കുമ്പോൾ കമ്പനി പറഞ്ഞ $2 ബില്യൺ വരുമാന വളർച്ച എത്രത്തോളം കൈവരിക്കാനാകുമെന്നത് ബ്രോക്കറേജ് ചോദിക്കുന്നു. അതിനാൽ തന്നെ ഓഹരിക്ക് മുൻപ് നൽകിയിരുന്ന ടാർഗറ്റ് വിലയിൽ നിന്നും 4420 രൂപയാക്കി കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ടാർഗറ്റ് വില 12% കുറച്ചിരിക്കുന്നു. വെള്ളിയാഴ്ച ഓഹരി ഒരു നേട്ടത്തിൽ 5274 രൂപയിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. ടെക് മഹീന്ദ്രയ്ക്കും ICICI സെക്യൂരിറ്റീസ് ഒരു റെഡ്യൂസ് എന്ന സ്റ്റാൻസ് നൽകുന്നു. 1250 രൂപയാണ് ടാർഗറ്റ് വിലയായി നൽകുന്നത്. കമ്പനി അവരുടെ BFSI സെഗ്മെന്റ് കൂടുതൽ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. പ്രോഫിറ്റ് മാർജിൻ മെച്ചപ്പെട്ട് വരികയും ചെയ്യുന്നുണ്ട്. പുതിയ ക്ലയന്റുകളെ ലഭിക്കുന്നുമുണ്ട്. എന്നാൽ പുതിയ പ്രൊജക്ടുകൾ തുടങ്ങാൻ കാലതാമസം ഉണ്ടായേക്കാമെന്നും പല ഡീലുകളും ആക്ച്വൽ കോൺട്രാക്ട് ആക്കുന്നതിന് താമസം നേരിട്ടേക്കാമെന്നും ബ്രോക്കറേജ് വിലയിരുത്തുന്നു. സിയന്റ് ആണ് ഇത്തരത്തിൽ റെഡ്യൂസ് സ്റ്റാൻസ് ലഭിച്ച മറ്റൊരു ഓഹരി. കമ്പനിയുടെ ഡിസൈൻ, എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ഡിവിഷനിൽ ദുർബലമായ പ്രകടനമാണ് കണ്ടിരിക്കുന്നത്. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതി വരെ കമ്പനി ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധികൾ തുടർന്നേക്കാമെന്നാണ് മാനേജ്മെന്റ് അറിയിച്ചിരിക്കുന്നത്. വരുമാന വളർച്ചയിലും കാര്യമായ മുന്നേറ്റം ഉണ്ടാകില്ല എന്ന് കണക്കാക്കുന്നു. ഇതോടെ ബ്രോക്കറേജ് കമ്പനിയുടെ അടുത്ത സാമ്പത്തിക വർഷം വരെയുള്ള വരുമാന അനുമാനം കുറച്ചിട്ടുണ്ട്. ടാർഗറ്റ് വിലയും 7% കുറച്ചു. വെള്ളിയാഴ്ച 5% ഇടിഞ്ഞ ഓഹരി 1170 രൂപയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. 1270 രൂപയാണ് ബ്രോക്കറേജ് ഓഹരിക്ക് നൽകിയ ടാർഗറ്റ് വില. ടാർഗറ്റ് വിലയേക്കാൾ താഴ്ന്ന നിലയിലാണ് ഓഹരി വ്യാപാരം അവസാനിപ്പിച്ചതെന്ന് കാണാം. L&T ടെക്നോളജി സർവീസ് ആണ് അടുത്ത കമ്പനി. ICICI സെക്യൂരിറ്റീസ് ആണ് ഓഹരിയുടെ ടാർഗറ്റ് വില കുറച്ചത്. ഓഹരി വെള്ളിയാഴ്ച വിപണിയിൽ 5% ഇടിഞ്ഞ് 4256 രൂപയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. 3870 രൂപയിലേക്ക് ഓഹരി ഇടിഞ്ഞേക്കാമെന്നാണ് ബ്രോക്കറേജ് ഇപ്പോൾ വിലയിരുത്തുന്നത്. വരുമാന വളർച്ചയിൽ നേരിയ അണ്ടർ പെർഫോമൻസ് കമ്പനി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല 2025 സാമ്പത്തിക വർഷത്തിലെ വരുമാന ലക്ഷ്യം കൈവരിക്കാൻ സാധിച്ചിട്ടുമില്ല. ഓപ്പറേറ്റിംഗ് മാർജിൻ കുറഞ്ഞിട്ടുണ്ട്. ഈ വർഷം നല്ല വളർച്ചാ സാധ്യത പങ്കുവയ്ക്കുന്നുണ്ട്. വരുമാന വളർച്ച 10% മുകളിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിലവിലെ ആഗോള പ്രതിസന്ധികൾ തന്നെയാണ് കമ്പനിയെ സംബന്ധിച്ചുമുള്ള പ്രധാന വെല്ലുവിളി. റെഡ്യൂസ് എന്ന സ്റ്റാൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓഹരി അണ്ടർ പെർഫോം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ്. അതായത് നിലവിൽ ഓഹരികൾ കൈവശമുണ്ടെങ്കിൽ അതിൽ കുറച്ച് വിറ്റഴിക്കാമെന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പൊസിഷൻ പൂർണ്ണമായും എക്സിറ്റ് ചെയ്യാൻ ഇവിടെ പറയുന്നില്ല. ചെറിയൊരു പോർഷൻ എക്സിറ്റ് ചെയ്തുകൊണ്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാമെന്നാണ് സാരമാക്കുന്നത്. റെഡ്യൂസ് എന്ന സ്റ്റാൻസിന്റെ മീനിങ്ങും ഈ സ്റ്റാൻസ് ലഭിച്ച ഓഹരികളെ കുറിച്ചുമുള്ള വിവരങ്ങളുമാണ് ഇവിടെ പങ്കുവച്ചത്. ഇതൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷനായി സ്വീകരിക്കരുത് എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു.